അമ്മേ ദേവി മുഖമേ കണ്ണുണ്ണേ. வடிவேலு என்னங்க பால்பாயசம் இருக்கு, சாப்பிட்டு போங்க. അയ്യോ വേണ്ട, കട തുറക്കാൻ ടൈം ആச்சு. ശരി, രാവിലെ ഇങ്ങനെ തേര പര നടക്കാതെ ഇവന്മാർക്ക് വല്ല പണിക്ക് പോക്കൂടെ? അയ്യോ വേണ്ട, കട തുറക്കാൻ ടൈം ആച്ചെന്നാ. നേരം വെളുത്തില്ലായിരുന്നു ഇവരൊക്കെ എന്ത് ചെയ്തനെ? കൊഞ്ച തലങ്ക തലേ വലവിടെ എന്നല്ലേ കട തുറക്കാൻ പറ്റൂ? இங்க வா. எவ்வளோ டைம் ஆச்சுன்னு உங்களுக்கு தெரியுமா? வேலைக்கார கரெக்டா வேலை பார்க்கணும், இல்லைன்னா விட்டுட்டு போயிடு. துறக்கடா. கொஞ்சம் தள்ளுங்க. டியூட்டி விஷயத்துல நான் ரொம்ப ஸ்ட்ரிக்ட், தெரியுதா? சீக்கிரம் ஓபன் பண்ணுடா. சீக்கிரம் உள்ள கரை கவுண்டர்ல இருந்துല്ലേ. ബഹളം വെക്കാതെ മാറി നിൽക്ക്. വെയിറ്റ്. അതെ, 100 രൂപയ്ക്ക് 2 ഫുള്ള്. ഇത്രയും കുപ്പികൾ കണ്ടപ്പോ ഇരട്ട പ്രസവിച്ച സുഖം. ഇതിൽ കുറഞ്ഞ ബ്രാൻഡ് വല്ലതും വന്നായിരുന്നു. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. പതിയെ വയ്യടാ പന്നി. വെളുപ്പിന് നിന്നോടൊപ്പം ഇറങ്ങി തിരിച്ചതാണല്ലോ ഉണ്ണി. എന്നിട്ട് അവൻ എവിടെ? വെളുപ്പിന് ഞങ്ങൾ വരമ്പത്തൂടെ വരുമ്പോ നമ്മുടെ വാസുവണ്ണം പാമ്പ് ഇടിയേറ്റ് ഇവിടെ കിടക്കുന്നു. അങ്ങേരും പൊക്കിയെടുത്തുകൊണ്ട് സേട്ടുവിന്റെ കുതിരവണ്ടിയിൽ നിങ്ങളുടെ ഉണ്ണി, അതായത് എന്റെ കുട്ടൻ, ഇവിടുന്ന് സിറ്റിയിലെ ഹോസ്പിറ്റലിൽ പോയി. ഇനി അവനിക്കാകെ കാത്തിട്ടിരുപ്പതിൽ അർത്ഥമില്ലേ? അല്ല, ഞാൻ വിധ പോട്ടാലും മുളയ്ക്കുമോന്ന് പാക്കല. ഏയ് നില്ലുങ്ക, ഞാൻ സമ്മതിക്ക മാട്ടേ. വേണ്ട. ഓമനെ, വെള്ളം ചൂടാക്കി എടുത്തോ. അതെടുത്തവന്റെ അണ്ണാക്കിലേക്ക് കുറച്ച് സ്ഥലം വരെ പോളോ. ആരാ? ചേട്ടനെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പരസ്പരം കാണാം. നമ്മൾ ചത്തതല്ലേ. നീ ഇപ്പൊ എന്തിനാ ഈ പിച്ചാത്തി തണ്ടി തല്ലാൻ നോക്കിയത്? അപ്പനെ തല്ലിയതാണ് നിന്റെ വിഷയം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, തല്ലാൻ പോയിട്ട് നമുക്കൊന്ന് തൊടാൻ പോലും പറ്റില്ല. നമ്മളൊക്കെ ആത്മാക്കളല്ലേ. എത്ര ദിവസമായി എന്ത് മരിച്ചിട്ട്? ഇന്നലെ. ഇന്നലെ? അപ്പം നിനക്ക് ഇനിയും സമയമുണ്ട്. എനിക്ക് നാളെ കൂടെ ആകുമ്പോൾ 7 ദിവസമാവും. എൻ്റെ തങ്കമണിയുടെ മോളുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ്. എന്താ 7 കണക്ക്? അതറിയില്ലേ? ഇല്ല. പണ്ട് കാരണവന്മാർക്ക് പറയാറില്ലേ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് 7 ദിവസം ഭൂമിയിലുണ്ടാവുമെന്ന്. അത് സത്യം. 7 ദിവസം കഴിഞ്ഞാലാ? 7 ദിവസം കഴിഞ്ഞ് ഇവിടം വിട്ടു പോകേണ്ടി വരും. എവിടേക്ക്? അതൊന്നും എനിക്കറിയില്ല. എന്നോടൊരു കളവൻ പറഞ്ഞതാ, അയാളും പോയി കാണും. എൻ്റെ 7 ദിവസത്തിൽ 6 ദിവസവും ഈ കാലം പിച്ചാത്തി തണ്ടിയുടെ പുറകെയായിരുന്നു. എന്തിന്? ഈ മനപ്രയാസം കൊണ്ട് കള്ളു കുടിച്ച് കൂത്താടി നടന്നിരുന്ന എനിക്ക് രക്ഷപ്പെടാനെന്ന് വണ്ണം ഒരു ലോട്ടറി അടിച്ചു. അപ്പം തന്നെ സത്യം പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ കള്ളുകൂടി നിർത്തി. പുതിയൊരു മനുഷ്യനായിട്ട് എൻ്റെ തങ്കമണിക്കും മോൾക്കും നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അടിച്ച ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാടത്തെ പൊട്ടക്കിണറ്റിൽ തലയടിച്ച് വീണ ഞാൻ ചത്തു. ദൈവത്തിൻ്റെ ഒരു കളി. സത്യം പറഞ്ഞാൽ ഞാൻ കുടിയും നിർത്തി എന്നും നന്നാവാൻ തീരുമാനിച്ചു. അന്ന് കാല് തെറ്റി പൊട്ടക്കിണറ്റി വീണ് ചത്തു. ദൈവമേ, അങ്ങ് മഹാനാണ്. എനിക്കതല്ല, ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ആ ലോട്ടറി ടിക്കറ്റ് എൻ്റെ തങ്കമണിയെ ഏൽപ്പിക്കണം. അവളും മോളും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ. പക്ഷേ അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നണില്ല. നടക്കും ചേട്ടാ, എല്ലാം നടക്കും. ചേട്ടൻ വേഗം വീട്ടിൽ പോയി പെട്ടെന്ന് ആ ടിക്കറ്റ് എടുത്തു കൊടുക്കാനുള്ള വഴി നോക്ക്. നീ സ്വയം ചത്തതാണോ അതാരെങ്കിലും നിന്നെ തല്ലിക്കൊന്നതാണോ? കൂട്ടുകാരാ, ലോട്ടറി ടിക്കറ്റ് വീട്ടിലല്ല ഇരിക്കുന്നത്. അതായത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ പിച്ചാത്തി തണ്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ കടം മേടിച്ചിരുന്നു. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ചത്തതിന് ശേഷം അയാൾ വീട്ടിൽ വന്ന് ടി വിയും മറ്റേ ഈ ചാനൽ മാറ്റുന്ന സാധനമല്ലേ
അതെല്ലാം കൂടെ എടുത്ത് ഇങ്ങോട്ട് വന്നു. അതിനകത്താണ് എൻ്റെ ലോട്ടറി ടിക്കറ്റ് ഇരിക്കുന്നത്. റിമോട്ടിനകത്താ? ആ, അടിപൊളി. ഇൻസ്റ്റാൾമെന്റ് പോലും കഴിയാത്ത ടി വി ആയിരുന്നു. ഇനി എൻ്റെ ദിവ്യമോളെ കൊണ്ട് എവിടെയും പോണ്ട, താഴെ ഇറങ്ങും. മാറിയിക്ക് സജീവ, എനിക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ സമയമായി. കുട്ടികളെ ഇന്നലെ വരെ ഞാനല്ല കൊണ്ടുപോയത്, എനക്കറിയാൻ കൊണ്ടുപോവാൻ. ഇറങ്ങിക്കോ. ഓരമ്മമാർ പറഞ്ഞു ഞാൻ കൊണ്ടുപോയാൽ മതിയെന്ന്. ഈ ടീച്ചറുമായിട്ടുള്ള ബന്ധം എനക്കറിയേ കേട്ടാ. ടീച്ചറല്ലേ എനിക്ക് ലൈസൻസ് എല്ലാം ശരിയാക്കി തന്ന്. നിങ്ങളെ കൂട്ടി ഞാൻ കാണുന്നുണ്ടേ, എന്നെ പൊട്ടനാക്കല്ലേ. മാറി സജീവ. ഞാൻ മാറൂല. നിങ്ങൾ ഒരു ദിവസമെങ്കിലും കുട്ടികളെ സമയത്ത് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ ദിവസവും ലേറ്റ് ആയി ചെന്നതിന് എൽസിമോൾ എത്ര ദിവസം പുറത്തു നിന്നിട്ടില്ലെന്ന് അറിയോ? അതല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? ഓള് കരഞ്ഞിട്ടാ വീട്ടിൽ പോലെ. ഈ എന്ത് പറഞ്ഞാലും ഞാൻ മാറൂല. മാറി സജീവ. മാറൂലടി. അനക്ക് അങ്ങനെ പോണെങ്കിൽ എൻ്റെ ദേഹത്തൂടെ വണ്ടി കയറ്റി കയർക്ക്. കാണുന്നു കർക്ക് കർക്ക്. കുറെ നേരം ആയല്ലോ കാശിന് കണക്കൂട്ടാൻ തുടങ്ങിയിട്ട്. ഈ കാശിന് മുഴുവൻ ഫുള്ള് വാങ്ങിയാൽ എന്ന് അടിച്ചു തീർക്കാൻ പറ്റുമെന്ന് ആലോചിക്കായിരുന്നു. അതെ, ഇത് മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. നിനക്ക് വെള്ളം അടിച്ച് വാള് വെച്ച് തീർക്കാനുള്ള മുതലല്ല. സൂക്ഷിച്ചു പിടിക്കട പൊട്ടാ, വല്ല കള്ളന്മാരെ അടിച്ചോണ്ട് പോയണ്ടല്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ പറ്റിയ ഒരു കള്ളനും ഇന്ന് ഇന്ത്യയിലില്ല. എണ്ണം വീണ്ടും തെറ്റിയത് എത്ര പ്രാവശ്യം നായിന്റെ മോനെ കഴുതേ ആളെന്തരം നോക്കാനാടാ എറിഞ്ഞു തൂറണത്? വെറുതെയാണോ നിന്നെ പോത്തേ പോത്തേ എന്ന് വിളിക്കുന്നത്? എന്താ പോത്തുകൾ തമ്മിലൊരു ശൃംഗാരം? വെറുതെ തൂറി നാശാക്കിയെന്ന്. എന്നാ പിന്നെ ആ പൈപ്പിന്റെ ചോട്ടി പോയി കഴിക്കൂടെ? ഓ അത് ബുദ്ധി. അതെ, ഈ ബാഗ് ഒന്ന് പിടിക്കൂ. താങ്ക്സ്. താങ്ക്സ് ഞാനല്ലേ പറയണ്ടേ? താങ്ക് യു താങ്ക് യു. സൂക്ഷിച്ചോളണം ബാഗിനകത്ത്. കള്ളൻ കള്ളൻ കള്ളൻ! എന്റെ ബാഗ് തന്നിട്ട് പോകാൻ നിക്കട അവിടെ. എന്റെ ജീവനാണ് ആ ബാഗ്. അതിനെന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ പിടില്ലടോ. അനങ്ങിപ്പോ വീശിക്കളി ഞാൻ. ഒരു സോഡ. വടിവേലുവിനോട് അവന്റെ കളി. നീ ആര്? ജാക്കി ചാന? മേലാണെങ്കിൽ പണിയെടുത്ത് പരിചയമില്ലാത്ത നീ എങ്ങനെയാടാ കരാട്ട പഠിച്ചത്? കരാട്ടെ? എടാ എന്റെ പൈന്റ് ഉപ്പി ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും. പക്ഷെ 1-ാം തീയതി ആയിട്ട് ഈ പൈന്റ് ഉപ്പി എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗ് ഈ ഉള്ളം കൈയിലേക്ക് വെച്ചില്ലെങ്കിൽ നിന്റെ ശരീരത്തിലെ ഓരോ കശേരികളും ഇവന്മാർ തല്ലി ഓടിക്കും. ഒന്നിച്ചിറങ്ങിയതായിന്നല്ലേ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ. സെൻട്രൽ ജയിൽ വെച്ച് ഇവന്മാരുടെ നടുപിടിച്ച് പിരുത്തല്ലേ? മനസ്സിലായില്ല? എല്ലാവരും വടിയും കുത്തി പിടിച്ചു നിൽക്കുന്നു. തമാറ്റിക്കല്ലേ? എന്റെ പേര് നിനക്കറിയോ? എനിക്കറിയില്ല. വല്ല വലിയ പേരായി. ഞാൻ വടിവേലു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെയൊക്കെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ. കുട്ടാ, ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. ഇത് തന്നെയല്ലേ ടി വി? ആന്ന് സാറേ, ഇത് തന്നെയാണ് ടി വി. അങ്ങേര് പോയതിന്റെ പിറ്റേന്ന് എടുത്തോണ്ട് പോയതാ ഈ കണ്ണിച്ചോരയില്ലാത്തവൻ. ഓഹോ, ഷാജി സാറേ, കൊട്ടേഷൻ പിടിച്ചവര് ഭവനവേദനം, പിന്നെ കുബേര കൂടി എഫ്ഐആർ ചേർത്തോ? സാറേ, ലോട്ടറി അടിച്ചിട്ടും എനിക്ക് തരാനുള്ള കാശിനെ പറ്റിയൊന്നും സാർ ചോദിക്കുന്നില്ലല്ലോ. എന്റെ പൊന്ന് സാറേ, അതിയാനും ലോട്ടറി കിട്ടി നാട്ടുകാരെ പറയുന്ന അല്ലാതെ ഞങ്ങൾക്ക് കിട്ടിയില്ല ഒരു ലോട്ടറി. ലോട്ടറി അളിയും വീണ് കിണറ്റിലുണ്ടെന്ന് കേട്ടിട്ട് ആ കിണർ വരെ ഞങ്ങൾ കുത്തിപ്പൊട്ടിച്ച് നോക്കിയായിരുന്നു സാറേ. കിണർ കുത്തിപ്പൊട്ടിക്കുന്ന എന്തിനാടാ കിഴങ്ങ? ലോട്ടറി ഇരിക്കുന്ന ഈ കുന്ത്രണ്ടത്തിനകത്തല്ലേ? നീ ആരാ? ആൻ്റപ്പൻ്റെ അളിയനാ സാറേ. ലോക തോൽവിയാ. ദാസപ്പോ ആ ലോട്ടറി അടിച്ച സംഭവങ്ങളൊക്കെ വിട്. നീ ഇതുവരെ എത്ര പലിശ വാങ്ങിച്ചു?
5ന്റെ പലിശ തന്നിട്ടില്ല ഈ നാറികൾ. എടാ പിച്ചാത്തിപ്പട്ടി, ഞാൻ ചാകുന്നതിന്റെ തലേന്നാള് എന്റെ അണ്ടർവെയറും കുത്തിപ്പൊട്ടിച്ച് കാശ് എടുത്തോണ്ട് പോയവല്ലേടാ നീ. നുണയാണ് സാറേ. അളിയൻ പലപ്പോഴായി പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആ ടി വി എടുത്തോണ്ടേക്കോ. നന്ദിയുണ്ട് സാറേ. എടുക്കടാ. സാറേ ഇത് നെറികേടാണ്, ഇത് ശരിയല്ല. പുറത്തേക്ക് റിമോട്ട് എടുത്തില്ല, റിമോട്ട് എടുത്തില്ല. അവരോട് പറയാം. റിമോട്ട് ഇല്ലാണ്ട് എങ്ങനെ ടിവി വെക്കുക? റിമോട്ടിനകത്തടി ലോട്ടറി ടിക്കറ്റ്. വൈകുന്നേരം കാണാട്ടോ. ഒന്ന് നോക്കടി. മാമ വീട്ടിൽ ചെന്ന് കാർട്ടൂൺ കാണിച്ചു തരണേ. ചേരാൻ മോളെ. ഇരിക്കടി. സൂക്ഷിച്ചു വെക്കാത്തവനെ ടി വി അത്. വീട്ടിൽ ചെല്ലുമ്പോ കറണ്ട് ഉണ്ടായാൽ മതി. എടാ മര്യാദയ്ക്ക് കൊണ്ടുവിടണേ ഇവരെ. ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്. മേത്ത് കൈവച്ചാ എന്നെ അങ്ങ് കൊന്നേക്കണം, അല്ലേ പിച്ചാത്തി കയറി സാറ് തീരും. ഇവരോട് ചോദിച്ചാ മതി, പറഞ്ഞു തരാം. നീ അങ്ങ് ഒലത്തും. താൻ വരുന്നില്ലേ? ഞാനിവന് 2 കിട്ടുന്ന കാണട്ടെ. അത് അയാൾക്ക് കിട്ടിക്കോളും. താൻ വാ. ചേട്ടന് ടി വി കിട്ടിയില്ലേ? ടി വി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? റിമോട്ടിനകത്തല്ലേ ലോട്ടറി ടിക്കറ്റ് ഇരിക്കുന്നത്. താൻ വന്നേ. അത് പോയി. ഞാൻ വരണോ? ഒരു കോയമ്പത്തൂര്. 1 അല്ല 2 ടിക്കറ്റ്. നീ എപ്പ കേറി? നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്. അണ്ണ ഒരു നിമിഷം. നീ ഇതെങ്ങോട്ടാ? നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. എടാ പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ടാ. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടാ. ദാ ഇത് കണ്ടോ, ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. എന്നിട്ടും നീ എന്നെ നന്ദി വേണോടാ നന്ദി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. എടാ ഞാനൊരു ലക്ഷ്യത്തിനാ പോണത്. നിന്റെ ഒടുക്കത്തെ കള്ളൂടിയും വൃത്തിയുടെ സംസാരമൊന്നും അവിടെ പറ്റില്ല. എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം. ഇപ്പൊ എനിക്ക് കള്ളുടിക്കാൻ തോന്നുമ്പോ ദാ ഈ പച്ചവെള്ളം കുടിക്കും. ചില ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ശുദ്ധമായ വെള്ളം. എടാ എനിക്കോടെ ടിക്കറ്റ് എറാ. എന്നാച്ചേ? ഞാൻ തരില്ല. ഈ സമയത്ത് കണ്ണിച്ചോരയില്ലാണ്ട് പെരുമാറല്ലേ. നീ എന്ത് പറഞ്ഞാലും എന്റെ ഈ വെള്ളം ഞാൻ തരില്ല. തരാനാ പറഞ്ഞത്. വെള്ളം കണ്ടക്ടർ മടമടാന്ന് കുടിക്കുന്ന കണ്ടില്ലേ? എനിക്കും കൊതിയാവുന്നു. വെള്ളം കിട്ടാതെ ആ സ്ത്രീ ചത്തുപോയിരുന്നെങ്കിൽ ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ടേ തീർത്തേനെ? ഈ വെള്ളം കുടിച്ചിട്ട് ആ സ്ത്രീ ചത്തുപോയാലോ? സത്യം പറ, അതെന്ത് വെള്ളം? എടാ ഞാൻ ചാരായത്തിൽ ഏലക്കും കുരുമുളകും ഇഞ്ചിയും ചേർത്ത് സ്വന്തമായിട്ട് വാറ്റിയെടുത്ത മിശ്രിത. നിനക്ക് മണം വരാതിരിക്കാൻ. എടാ എന്റെ ഈ സാധനത്തിന് ഇങ്ങനെ പോറുണ്ടാടാ. ഈ പാതിരാത്രി കിടന്ന മണിയടിക്കുന്നു. അത് മയ്യഴിപ്പള്ളീൻ്റെ ക്ലോക്കാ. പണ്ട് ഫ്രഞ്ചുകാർ കൊണ്ട് വെച്ചാ. അതിൻ്റെ വെച്ചാ മാഹി മുഴുവനും കേൾക്കും. കുറച്ചു കാലം നമ്മൾ രണ്ടാളും മാത്രം മതി. നിങ്ങൾ മറ്റേത് കരുതിനാ? എന്ത്? നിങ്ങൾക്ക് ഒന്നും അറിയില്ല. എനിക്ക് മനസ്സിലായില്ല. കോണ്ടം ഒരു ചെയ്യൂല. നിങ്ങൾ കരുതിയിട്ടുണ്ടോ? എന്നാ പിന്നെ ഉറങ്ങിക്കോ.
ഇറങ്ങങ്ങട് 100 ബാക്കി വെച്ചോളൂ. ബാക്കി വെക്കാനൊന്നുമില്ല, 10 രൂപ കൂടി തരണം, അല്ലെങ്കിൽ തന്നെ ബാക്കി വെച്ചേക്കില്ല. ഇതിലേതാണോ കിഴക്കെടുത്ത് വീട്? കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറ് ഏതാ? എന്തിനാ? എടാ കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്? എടാ പൊട്ട കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവർ ഉടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചുമ്മാ കണ്ടുപിടിക്കാനിപ്പോ സൂര്യൻ നേരെ ഭൂമി. നീ എന്താ കളം വരച്ച് ജയം കളിക്ക? കിഴക്ക് നോക്കിയ യന്ത്രം. എടാ കിഴക്കേടത്ത് കണ്ടുപിടിക്കാൻ കാലം കവച്ച് വെച്ച് ജയം കളിക്കേണ്ട കാര്യമല്ല, അവിടെ ചെന്ന് ചോദിച്ചാ പോരെ. എന്നാ നീ പോയി ചോദിക്കടാ. എന്നാ ഇവിടെ നിക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. ഇത് തന്നെ കിഴക്കേടത്ത് ഇവന്മാർക്കൊക്കെ ഇത് തുറന്നു വിട്ടു. ഏതാ ഈ മാംസപിണ്ഡം? ചേട്ടാ, ഈ കിഴക്കേടത്ത് ഇവിടെ വന്നിട്ട് കിഴക്കേടത്ത് എന്താ ഒരു പടക്കം പൊട്ടിയ ശബ്ദം? പടക്കം പൊട്ടിയതല്ല, എന്റെ കരണം പൊട്ടിയ ശബ്ദ. അമ്മാതിരി മൂളലും കേൾക്കുന്നുണ്ട്. നീ ആരാ? ഞാൻ കിഴക്കേടത്ത് അന്വേഷിച്ചു വന്നതാ. ഓഹോ, ഇങ്ങ് വന്നേ. നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്താ? ഏത് കരണത്താ കിട്ടിയത്? അതിർത്തി മാറി കയറിയ ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അടിച്ചു പഠിച്ചോ. അടിച്ചു പഠിക്കാൻ ഞാൻ സ്കൂളല്ല. എന്താ കിഴക്കേടത്തെന്ന് പറഞ്ഞ ഇവിടെ മുട്ടൽ തെറിയാടാ. അതാണ്ട് അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ. അതെന്താ? ഇവിടെ കിഴക്കേടത്തെന്ന് പറഞ്ഞപ്പോ മുതലേ എനിക്ക് പൊരിഞ്ഞാടിയാടാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് പുത്തെഴുത്ത്, ഇത് കിഴക്കേടത്ത്. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. അവൻ വീണ്ടും വന്നു. അടി തുടങ്ങിക്കോ. ഓടാ, അമ്മയും മകളെ തിരിച്ചറിഞ്ഞൂടാത്തവന്മാരെ. എടാ, ദാണ്ടടാ കള്ളൻ. അവൻ തന്നെ വിഗ്രഹം അടിച്ചോണ്ട് രക്ഷപ്പെടാൻ നോക്ക. ഇതെന്നെ ചാക്കി കയറ്റിയവന്മാരല്ലേ? വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കുന്നതാണ്. അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും. തുറക്കാനും പറ്റുന്നില്ല. എടാ വാക്കത്തെടുത്ത് വീശടാ. എടാ വീശല്ല, ഇവന്റെ നേരെ വീശ്. കുറച്ചുകൂടി സ്പീഡിൽ വീശടാ. എടാ പട്ടി, വീശാൻ എന്ന് പറഞ്ഞത് ഇവന് വെട്ടാനാടാ. തെളിച്ച് പറയണ്ടടാ. എന്നെ കൊല്ലരുത്. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ. ഞാൻ എന്തൊരു നീചനാണ്. പാവോടാ, അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. ഒന്നും മിണ്ടായിരിക്കും സുബേ. ആന്റപ്പന ബമ്പർ അടിച്ചെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. കുന്തോണ് ഇവിടെ താൻ പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം ഈ വീടും ആ പൊട്ടക്കിണറൊക്കെ തപ്പി നോക്കി തനിക്ക് അറിയാവോ? ലോട്ടറി പോയിട്ട് ജീവിക്കാൻ മാർഗമില്ല നോക്കിട്ട് അങ്ങനെ പോയത്. പോലെ തന്നെ അല്ലേ? ഇവളെ കൊന്ന് ഞാൻ ചാവും. വേറെ ഒരു വഴിയൊന്നുമില്ല. ചേട്ടാ ചേട്ടാ, അമ്മയുടെ കൊണ്ട് കൊടുക്കടി മോളെ. അച്ഛൻ്റെ പൊന്നല്ലേടി. എടി തങ്കമണി, എടി മോളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടടി. എടി മോളെ, ടിക്കറ്റ് ഒന്നും ചെയ്യല്ലേ മോളെ. ഒന്ന് അമ്മയുടെ കൊണ്ട് കൊടുക്കടി മോളെ. എടി ഒന്നും, എടോ ഒന്നും പറയടാ. ടിക്കറ്റ് മോളുടെ കയ്യിലുണ്ട്. ആരെയും ഇച്ചിരി വിഷം പറിച്ചത് എല്ലാം അങ്ങ് തീരട്ടെ. അയ്യോ, എന്താണോ ഇതാ ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറിയാടാ. ഇതാ ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറി. ചേച്ചി, ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറി. അളിയ മുത്താണ് ചേച്ചി, നമ്മള് രക്ഷപ്പെട്ട്. അയ്യോ,
കേട്ടാ എടാ, ദിനേശേ, അടിച്ചടിയോ? അയ്യോ മോളെ ഞാൻ വീട്ടിൽ നോക്കട്ടാ. എല്ലാവർക്കും നാളെ എന്റെ വക ചെലവുണ്ട് കേട്ടോ. എന്റെ മകളെ അവന്റെ ചക്കര് ഓക്കെ, എത്ര കാർട്ടൂൺ വേണമെങ്കിൽ മാമൻ വെച്ചു പോരെ. അയ്യോ എന്റെ ചേട്ടൻ പാവാണ്. ഈ മാമാമിയോട് പൊറുക്കണേ ചേട്ടാ. അളിയാ, ഉമ്മ. നീ വേഗം പൊക്കോ. പോയി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർത്തോ. അവസാന ദിവസത്തേക്ക് വച്ചാ എന്നെ പോലെ കിതക്കേണ്ടി വരും. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടതല്ലേ. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലേലും ദൈവം വേറൊരാളുടെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ചില്ലേ, അതുപോലെ നിന്നെ സഹായിക്കാൻ വരും ആരെങ്കിലും. ആര് വരാൻ? ചേട്ടാ, എൻ്റെ ചേട്ടാ, രാധിക, രാധിക, രാധികയുടെ അവിടെ കാണും. രാധിക, മോളിത് എവിടെ പോയി? രാധിക, രാധി, മോളെ, മോളെ, മോളിത് എവിടെ പോയിടാ? മോളെ, നോക്കട്ടെ. മോളെവിടേക്കാ പോയേ? അടുത്ത വീട്ടിലൊന്ന് അന്വേഷിച്ച. ഞാനാ. രാധിക അവിടെ വന്നിനാ? ഇല്ലേ, ഒന്നുമില്ല. ഞാൻ വിളിക്കാം. ഹലോ, കണ്ടോ? പോന്ന് നീ കണ്ടോ? ശരി, വരാം.
പണിക്ക് വന്ന 2 നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണം ചവിട്ടി പുറത്താക്കിയത്, കള്ളന്മാരെന്ന് ആരോപിച്ചത്. വടക്കാണല്ല നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ, വെരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടൊരു വെയിറ്റിന്. ഞങ്ങൾ ആരാണെന്ന് ഒറ്റടത്തിനും അറിയില്ല. അട്ടയ്ക്കണ്ടേ ഇറങ്ങി വാടാ. വക്കീൽ സാറേ, കുഞ്ഞനും കുത്തണ്ട. എടാ തിരുമാലി, എന്തെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലേം ചേർത്ത്. എന്താടാ വിളിച്ചു കൂവുന്നേ? 2 ചുണക്കുട്ടികൾ കിഴക്കെടുത്തുകാരെ തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. ഇനി നീ ആണോ ഇറങ്ങി വാടാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ, ഞാൻ ബാസ്റ്റേഡ് ആടാ പട്ടി. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ പട്ടി തിണ്ടി റാസ്കൽ. വെരി ഗുഡ്, നല്ല ഫോറിൻ തെറി. എറിഞ്ഞ് കൊല്ലടാ തെണ്ടിയെ. എടുത്തിട്ടോട്ടാ കിട്ടി. കിഴക്കെടുത്ത ശത്രുക്കൾ, പുത്തേഴത്തെ മിത്രങ്ങൾ. അവന്മാരെ വിളി. കൂടി പങ്കെടുത്തൂടെ? അവൻ ഇവിടുന്ന് ഓടിപ്പോ. അങ്ങോട്ട് വരാൻ അങ്ങോട്ട് പുത്തേഴത്തേക്ക്. എടാ നേരത്തെ അടിയുടെ ബാലസേരനാണ്, പോകരുത്. നീ പോടാ. എടാ എന്റെ ലക്ഷ്യത്തിലെത്താൻ പുത്തെഴുത്ത് നീ വാ. ഞാൻ വന്നില്ലെന്ന് വാടാ. എടാ ഞാൻ നേരത്തെ വന്ന് ഇടിയോണ്ട ആളാണെന്ന് പറയണ്ട. മുണ്ടില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. എന്താ കിഴക്കേടത്തുകാരുമായിട്ട് ഒരു പ്രശ്നം? കിഴക്കെടുത്തുകാരുടെ വിളിച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങൾ വെട്ടുന്ന തുണ്ട 2 പാർട്ടീസാ. അതെ, ഞങ്ങൾ ഇറച്ചി വിട്ടുകാരാ. പണി ചോദിച്ചപ്പോ ഞങ്ങൾക്കിട്ട് പണി തന്നിരിക്കണം കണ്ടില്ലേ? അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊല ഇല്ലാത്ത കൊമ്പൻ. എന്താ പേര്? ഊന്നുവടിയല്ല. എന്താണ് നിന്റെ പേര്? ഉണ്ണി. എന്റെ പേര് വടിവേലു. പക്ഷെ ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും. ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അല്ല, ഇവിടെ എന്തെങ്കിലും ഒരു പണി തന്നിരുന്നെങ്കിലേ. പണി ഇപ്പോ നമുക്ക് കിട്ടിയ നിധികളാണ് ഇവര്. ഇവന്മാർക്ക് എന്ത് പണിയാ കൊടുക്കുക? രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ അവിടെ നിന്ന് കിഴക്കെടുത്തേരെ നോക്കി തെറി പറയട്ടെ. അതെ, തെറി പറയുന്നത് ഒരു പണിയാണോ? നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? ഒരു കാര്യസ്ഥന്റെ പണിയൊക്കെ അറിയാം. ഞാൻ ഇവിടെ ഉള്ളപ്പോ വേറൊരു കാര്യസ്ഥന്റെ ആവശ്യമില്ല. അയ്യോ, എന്നെ ഉപേക്ഷിക്കരുതേ. തന്നെ ആരെങ്കിലും ഇവിടെ കല്യാണം കഴിച്ചാ? ചുമ്മാ ഇരിയേട്ടാ. അതെ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പിന്നെ അത്യാവശ്യം പ്ലംബിംഗ് വർക്കും ഇലക്ട്രിക്കൽ വർക്കൊക്കെ അറിയാം. വിടേണ്ട സാർ, ഇവനാളൊരു സകല കളകല. എന്തോടാ അത്? വല്ലഭൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. മദ്യപിക്കോ? കൊള്ളാം, 2 ഗ്ലാസ് അച്ചാർ കൂടെ. കൊള്ളും. മദ്യം ഇതുവരെ ഞങ്ങൾ നോക്കൊണ്ട് പോലും തൊട്ടിട്ടില്ല. പിന്നെ അച്ചാറും ഗ്ലാസും ചോദിച്ചെന്തിനാ? അത് പരീക്ഷിച്ചതാ. ഈ വീട്ടിലാരെങ്കിലും മദ്യപിക്കുന്നുണ്ടെന്ന് അറിയാൻ പരീക്ഷിച്ചതാ. അങ്ങനെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നടക്കുന്നു. മിടുക്കന്മാർ. എന്റെ 30 വർഷത്തെ മിലിറ്ററി സർവീസിനിടയിൽ ഞാൻ മദ്യം രുചിച്ചു പോലും നോക്കിയിട്ടില്ല. ഈ മദ്യപാനികളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. വെള്ളം എടുത്തോ. വെള്ളം ഇവിടെ ഉണ്ട്. കുടിക്ക്. നല്ല രുചി. എന്താ ഇത്? ഇത് വെള്ളക്കഷായ. ആയുർവേദ വിഭവങ്ങൾ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ പാനീയം. വയറിന് അത്യുത്തമം. വെരി ഗുഡ്. ഞാൻ കുറെ കാലമായിട്ട് പറയുന്നു ഇവിടുത്തെ ആ മരങ്ങോടൻ കാര്യസ്ഥനെ പറഞ്ഞു വിടാൻ. ഇപ്പൊ വന്നവനെ കാര്യസ്ഥനാക്കി ആ തെണ്ടി കുമാരനെ പിടിച്ച് പടിക്ക് പുറത്തു തള്ളു. എന്താ മാധവ ഒന്നും വേണ്ടാത്തത്? ഞാൻ മാധവനല്ല, കുമാരനാ. എന്നാ മാധവനോട് പറയാം. എന്താ ഇവിടെ? അച്ഛാ, സർവ്വ പണി അറിയുന്ന ഒരുത്തനെ കാര്യസ്ഥനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിയമിച്ചോട്ടെ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? ഈശ്വര, ആ നിധി എന്റെ വിധിയായ മുതലാളി. അപ്പൊ ഞാൻ നിനക്കിന്തു മുതൽ പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അകത്ത് നിൽക്കണത്? ഞാൻ രാജിവെക്കുക. നീ രാജിവെക്കണ്ട. അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. മുതലാളി ഇറങ്ങി പോടാ. ഞാൻ പോകൂല. കുപ്പി തട്ടിയത്. അത് ശരി, എന്നെ ആട്ടി ഇറക്കുകയാണല്ലേ? ഓർമ്മ വെച്ച 18-ാം വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കുളം തോട്ടും. ഓടിക്കടാ ഇവനെ. ഓടിക്കണ്ട, ഞാൻ ഓടിക്കോളാം. പോയി കേട്ടടങ്ങി. നീ വാച്ചുമാന്റെ പണി കൂടെ ചെയ്യണം. അയ്യോ, എനിക്ക് വാച്ചില്ല. വാച്ച് ഞാൻ തരാം. ഇത് കെട്ടിക്കൊണ്ട് നടത്തിട്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. താങ്ക് യു. പകരം ആ വെള്ളക്കഷായം എനിക്ക് തരുവോ? പിന്നെന്താ? ഇത് കുടിച്ചപ്പോ നല്ല സുഖം. ആയുർവേദത്തിന്റെ ഒരു വീര്യമേ. ആട്ടെ, എന്നാ ജോയിൻ ചെയ്ത് കഴിഞ്ഞു.
ബാധ്യത എനിക്കില്ല. മോളെവിടെ? ഇഞ്ഞെന്താ വീടൊക്കെന്ന് എന്ത് പറ്റി? ഇഞ്ഞെന്താ കരയുന്നു? ചിരിക്കണോ ഞാൻ പിന്നെ? ഇന്നത്തിരക്ക് ഇവിടെ ആരെങ്കിലും വന്നിനോ? നിങ്ങൾ ബ്ലേഡ് കിട്ടുന്ന അടുത്തുനിന്ന് പൈസ വാങ്ങിയ എന്തിനാ? എന്തിനാന്ന്? മംഗലം കഴിക്കാൻ. പൈസ ഉണ്ടാക്കിയിട്ട് മംഗലം കഴിക്കാൻ പറ്റൂലേനോ? സ്ത്രീധനം വാങ്ങാത്തവരൊക്കെ കടം വാങ്ങിച്ചിട്ട് തന്നെ മംഗലം കഴിക്കലും. അല്ലെ തന്നെ ഈ സമയത്ത് ആരുടെ കയ്യിലെ കാശുള്ളത്? വേറെ ആരെല്ലാം അടുത്ത് നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട്? വേറെ ആരെല്ലാം അടുത്ത് നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? ബാങ്കിൽ ആധാരം പണയം വെച്ചിട്ടാ. പിന്നെ അമ്മാവൻ്റെ. ഏതമ്മാവൻ? വാസമ്മ, ഫ്രഞ്ച്. ഏട്ടൻ്റെ കയ്യിൽ ഞങ്ങൾ കടം മേടിക്കാറുണ്ട്. പക്ഷെ ഓറ് പലിശ വാങ്ങില്ല. എങ്ങനെ വാങ്ങാനാ? ഓറ എൻ്റെ ആങ്ങളയല്ലേ. പിന്നെ ഓറ കൈ പൂത്ത പണ. ഫ്രഞ്ച് ക്യാഷ്. ഇത് പൊന്നോ മുക്കോ? പൊന്ന. 10 മാറ്റുള്ള പൊന്ന. 5 പവനാ അല്ലേടാ? ഇത് വിറ്റോ പണയം വെച്ചോ നിങ്ങൾ കടം വീട്ടണം. ഇത് മുക്കുണ്ട. മോളെ, ഓൻ മോന്തിക്ക് ഓട്ടോ ഓടി കടം വീട്ടിക്കോളും അല്ലേടാ? ഓള് സമാധാനമായിട്ടിരിക്കെ. മണപ്പര മുത്തപ്പൻ ഒരു വഴി കാണിച്ചു തരും. കടം മുഴുവൻ വീട്ടിട്ട് 5 പവന്റെ താലിമാല എന്റെ കഴുത്ത് കെട്ടിട്ട് തൊട്ടാ മതി. നീ നാളെ ഞാൻ എന്റെ വീട്ടിൽ പോകും. പരസ്പരം വന്നു ചേരാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. വന്നേ. എന്തേ എന്താ ഇതിനെ വിളിച്ചത്? ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം. എന്തു പറയുന്നു? രസ്യ അടി 1.5 ടൺ വെയിറ്റ് ഉണ്ട്. എനിക്ക് മലയാളം ഇതാരൊക്കൊണ്ടാവുന്നു വായിപ്പിക്കുക. തേങ്ങ 500, പിണ്ണാക്ക് 800. പിണ്ണാക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴിക്കണ്ട? അതെ. നീയാണോ? അതെ, ഞാനാണ്. നീയാണോ പിണ്ണാക്ക് കഴിക്കുന്നത്? പിണ്ണാക്ക് തിന്നുന്നത് ഞാനല്ല, ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. വായിക്ക്. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഉണ്ട്, വായിക്ക്. ഇത് വായിക്കേണ്ട കാര്യമില്ല. കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്, വായിക്ക്. എന്നാ പിന്നെ നിനക്ക് വായിച്ചൂടെ? എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. ഓ, അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ? അത് പിന്നെ ഒട്ടും അറിയില്ല. വായിക്ക്. പരസ്പരം. നീ എന്തൊരു ചെവി പോത്തണേ? എടാ, ഇത് വായിച്ചാ മതി, നീ കേൾക്കണ്ട, ഞാൻ കേട്ടോളാം. വായിക്കടാ. പരസ്പരം ഒന്നു ചേരാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. ഇപ്പൊ ഞാൻ കേട്ടു, നീ കേട്ടില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. ഈശ്വരാവക്ക് എന്നോട് അത്ര ഇഷ്ടോ?
അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. സജീവം വന്നല്ലോ, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അടിപൊളി. എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, സൂപ്പർ. ഞാൻ ആദ്യം കഴിക്കാം. നീ എല്ലാവർക്കും കൊടുത്തേക്ക്. എല്ലാവരും എടുത്തോളൂ. മയ്യഴി മാതാവിന്റെ ചെലവാണ്. എടുത്തോ. എനിക്ക് 2 ദിവ്യമോളും മയ്യഴി മാതാവും ഇനി മാഹിയുടെ മത്സരിച്ചോടും. നല്ലതാ. ഞാൻ ആരോടും മത്സരിക്കാനില്ലപ്പാ. ഒരോട്ടം പോണല്ലോ. ചേട്ടാ ഇത് കേൾക്കും. ഓന്റെ കന്നി ഓട്ടോ കൈ നീട്ടൻ ചേട്ടന്റെ വക ആയിക്കോട്ടെ. ഏട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഓന്റെ കന്നി ഒരു കന്യോട്ടും ഇല്ല. ചേട്ടാ ഏട്ടാ ഇവിടെ ചില നിയമങ്ങളുണ്ട്. മുന്നിൽ നിൽക്കുന്ന ഓട്ടോ ആദ്യം പോണ്ട്. നിങ്ങൾ കേറിക്കോ. എനിക്കിപ്പോ മുമ്പിലായാലും ബാക്കിലായാലും ഏതിലായാലും പോയാ കന്നിയോട്ടല്ലേ ചേട്ടാ. അവൻ വാ ചേട്ടാ. കേറിക്കോട്ടാ. നിങ്ങൾ കേറിക്കോ. ഇങ്ങനെ വാശി പിടിക്കാതെ അധികേ ഓനും ഓടട്ടെ. കന്നി ഓട്ടോ അങ്ങനെ പോയി പോയാട്ടെ. നേരെ നോക്കി തന്നെ പോയാ. ഓട്ട സജീവ, നീ വണ്ടി കയറ്റി ലൈനിലിട്. ചിലരെയൊക്കെ വിചാരം ഞാൻ തോറ്റു തൊപ്പിയിട്ടു. അങ്ങനെ തോക്കുന്നവനല്ലമ്മേ ഈ സജീവൻ. ദിവ്യമോള് നാട് മുഴുവൻ വിലസി നടക്കുന്നുണ്ട്. ചിലർക്കൊക്കെ അസൂയാമ്മ. ഇനി മയ്യഴി മാതാവുമായിട്ട് വിലസാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കാണാൻ ചിലരുടെയൊക്കെ അസൂയ. വിലസി നടക്കുമെന്ന് അറിയില്ല. ഇനി മയ്യഴി മാതാവിന്റെ മടിയിലായിരിക്കും റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. മയ്യഴി മാതാവിന്റെ മടിയിലാണോ മാതാവിനെ കെട്ടിപ്പിടിച്ചാണോ കിടക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് മറ്റുള്ളവർക്ക് എന്താ ചെയ്തോ അമ്മേ? അമ്മ, പുരുഷ ജോണിക്ക് ദിവസം 400 ഉറുപ്പ്യ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അയാൾ ഗുണ്ടകൾ അയച്ച് മാതാവിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. നമുക്കത് ഉടനെ കാണാം. ഈശ്വരാ, എനിക്കൊന്നും തിരിയുന്നില്ല. ആ പിന്നെ ഒരു കാര്യമ്മ, കുരിശ് ജോണിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി കെഞ്ചിക്കൊണ്ട് എൻ്റെ അടുത്താരും വരണ്ട. ഞാനൊരു ചില്ലി കാശ് കൊടുക്കൂല. ഇതാമ്മ. അമ്മ ഒന്ന് വഴിന്ന് മാറാവോ? പോ. വാമ്മ. കോപ്പാലത്തേക്കൊന്ന് പോണം. കരുകളി. സജീവനെ ഇന്ന് കണ്ടില്ലല്ലോ. ആ കുരിശു ജോണിയുടെ ഓട്ടോ ഏർപ്പാടാക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഓൻ വാടക കൃത്യമായി കൊടുക്കുമെന്ന്. പണ്ടത്തെ ഓൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പക്ഷെ ഇതുവരെ ഒരു ദിവസം പോലും ഓൻ വാടക മുടക്കിയിട്ടില്ല കേട്ടോ. ഓടി കിട്ടുന്നതിന്റെ ബാക്കി പൈസ കൃത്യമായിട്ട് അമ്മ കൊണ്ടു കൊടുക്കും. പൈസ ഉണ്ടാക്കണമെന്ന ഒരു വാശിയായി ഇപ്പൊ. പുലർച്ചെ തന്നെ ഓട്ടോ എടുത്തു പോകും. അത് തന്നെ നല്ല കാര്യം. ഇതാ വരുന്നുണ്ട്. എങ്ങോട്ടാ? ഇനി ഇതൊരു ഓട്ടം പോയില്ലേ? ആ ഒരു തുണ്ടോടി നീ വരുന്നു. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്. വൃത്തികെട്ട പണിയാ എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഇത് വൃത്തികെട്ട പണി. അത് മാത്രം പറയരുത്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ മുതൽ ആ പൊട്ടക്കണ്ണം പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചോണ്ടിന്റെ പിറകെ വരും. ഇല്ലെങ്കിൽ വരുത്തും ചാത്തന്മാർ. എന്താണത്? ബാറ്ററി ചാർജ് കിട്ടാൻ, വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. മദ്യത്തിനെതിരായി സംസാരിക്കുന്ന ആ പട്ടാളക്കാരനെ നാളെ മുതൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ പാമ്പാക്കും. കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. അത് നീ എന്റെ കഞ്ഞിയിൽ ഇട്ടോണ്ടിരിക്കല്ലേ? എടാ കുട്ട, നീ ഉറങ്ങാൻ പോവാണോ? അല്ല, തലകുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതിയാ. എടാ കുട്ട. എന്തടാ പൊട്ട? എടാ, ആദ്യം ഉടക്ക്, പിന്നെ പ്രണയം. ഈ രജനീകാന്ത് പടങ്ങളുടെ രീതി വെച്ച് ഇളയ കാന്താരി നിനക്ക് വിടുമെന്ന് ഉറപ്പാ. കല്യാണം മുടങ്ങി നിൽക്കുന്ന ആ മൂത്ത കാന്താരിയെ എനിക്ക് വീഴ്ത്തണം. അതിനെന്താടാ ഒരു വഴി? നടക്കുമ്പോ ഇടങ്കാലിട്ട് വീഴ്ത്തിയാ മതി. അല്ലെങ്കിൽ പഴുത്തുലിട് നടുനലി വീണോളൂ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ?
അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ. കുട്ടാ, അവള് വരുന്നുണ്ടടാ, പ്രാന്തളയ വിത്ത് കളയ പോലെ. ഓടിക്കള്ളി. ഇതെന്താണ് പെണ്ണുങ്ങളുടെ ഒരു ബഹളം? മൊത്തത്തിൽ കഴുക്കൂലും വിളിച്ചു വരികയാണോ?